Hey guys, welcome back to my channel. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. വർക്ക് ഉണ്ട്, ഇതാ എണീച്ചിട്ടുള്ളൂ, ഫ്രഷ് ആയിട്ടൊന്നുമില്ല. വീട്ടിൻ്റെ ബാക്കിൽ ഒന്ന് ഫ്രഷ് ആവണം, ചായ കുടിക്കണം, പോകണം. ഒറ്റയ്ക്കേ ഉള്ളൂ, ഇന്ന് ഒറ്റയ്ക്കാ. അപ്പോൾ ഇന്ന് ആരും കൂട്ടിയിട്ടില്ല, പോവാന്നുള്ള മൈൻഡിൽ ഇതാ എണീച്ചിട്ട് ഇന്ന് ബ്രഷ് ചെയ്തിട്ട് മെയിനായിട്ട് ബ്രഷ് ചെയ്യണം. ഓക്കെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. ഫ്രഷ് ആയത് കഴിഞ്ഞു, ഫ്രഷ് ആയത് പറഞ്ഞാൽ മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞു, ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കണം. ചായ കുടിക്കട്ടെ. ചായ കിട്ടിയിട്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. ഇന്നലെ വീഡിയോ ഇടാൻ ഒന്നാമത് ഇന്നലെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ വൈകുന്നേരം വന്ന് വയ്യ, നല്ല ക്ഷീണം. അപ്പോൾ ഇന്നലെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ വീട്ടിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ്, കട്ടൻ ചായയും കുടിച്ചിട്ട്. ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. ചാവടി കഴിഞ്ഞു. ഇത് മാത്രമേ ഉള്ളൂ രാവിലത്തെ. ബാഗിലെല്ലാം വെച്ചാ അല്ല അതിന്ന് ഒഴിവാക്കി എന്തെങ്കിലും നോക്കി ഒഴിവാക്കി നോക്കി. വർക്കിംഗ് ഡ്രസ്സ് അതിലുണ്ടാവുമല്ലോ. ഒറ്റൊന്ന് മതി, ഇത് വേണ്ട, അത് വേണ്ട, ഒറ്റ മതി. ഉള്ള വർക്കിംഗ് ഡ്രസ്സൊക്കെ ആക്കി ഗൈസ്. പാൻ്റൊന്നും ഇല്ല അവിടെ. ഞാനെപ്പോഴും പാൻ്റ് ഉണ്ട്, ഡ്രസ്സ് നോക്കിയോളൂ. പാൻറ് ആ പാൻ്റ് ആണെങ്കിൽ നോക്കി. ഇതാ പാൻറ് ആ ഉണങ്ങി. അതല്ലേ ഇപ്പുറത്തെ ഇതെന്ന് ജീൻസ് ആന ഉണങ്ങിയില്ല. ആരാ ഉണങ്ങിയില്ല? ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കാണാം ഗൈസ്. ഞാനേ ഒന്ന് അത് പുതിയത് എനിക്ക് ഇട്ടിട്ട് പോരാ, പോയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് ഗൈസ്. അത് ബാക്കിലുണ്ടേ ഉണ്ടില്ല, ഉണ്ടായാൽ മതി ഗൈസ്. അപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ് തരാം കേട്ടോ. ഒരു 10 മിനിറ്റ് സമയമായി ഇപ്പോൾ തന്നെ. ഇപ്പോൾ ഗോള് ഒരു വട്ടം വന്നു. രാവിലെ എന്താ പറയില്ല, നല്ല ഉറക്കം വരിക. രാവിലെ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കം വരികയാണ്. പിന്നെ ഞാനെന്ത് ചെയ്യാ, നല്ല കിട്ടാത്ത കേട്. രാവിലെ എത്ര എണീക്കാൻ നോക്കിയാലും എണീക്കാൻ പറ്റുന്നില്ല. 6 മണിക്കൊക്കെ കണ്ണു ഉറക്കും, പക്ഷെ ഫോണിൽ വെച്ചിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങും. രാവിലത്തെ ആ ഒരു ഉറക്കമില്ലേ, അതാണ് പ്രത്യേക ഉറക്കം. അപ്പോൾ ഗൈസ് അങ്ങനെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരണം ഗൈസ്. ഇറങ്ങാം കേട്ടോ. നേരം വൈകി 9 മണിയായി, 9 മണി കഴിഞ്ഞു. ഇന്നലെ പാലക്കാട് ജില്ലയ്ക്ക് അവധിയായിരുന്നു മഴ കാരണം. ഇന്ന് രാവിലെ തുടങ്ങി ഗൈസ്. ഞാൻ പിന്നെ എന്താ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇട്ട് വിചാരിക്കല്ല. ഇത് ഇന്നലെ രാത്രി ഇട്ടിട്ടുള്ളൂ ഞാൻ, അതുകൊണ്ടാണ്. ഇന്ന് രാവിലെ തന്നെ മഴ കേട്ടാ. ഇന്നലെയായിരുന്നു ലീവ് പാലക്കാട് ജില്ലയ്ക്ക്, മഴ കാരണം. ഇന്നലെ തീരെ മഴ ഇല്ല, നല്ല മോല്ല വെയിൽ. ഇന്ന് നല്ല മഴ രാവിലെ തന്നെ. ഞാൻ എന്തായാലും ഇറങ്ങുകയാണ്, നേരം വഴി. അതന്നെ കോട്ട് ഇടണോ, മഴ പെയ്യോ? ആ കോട്ടെടുത്ത് ബാഗിൽ വെച്ചോ. ആ കോട്ടന്നെ, ആ ചാവി എടുക്കാൻ വേണ്ടിട്ട് കേട്ടോ. രാവിലെ തന്നെ മഴയാണ്, എന്താ വൈബ്. അപ്പം എന്തായാലും ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ, ഇറങ്ങിയതാ സുഖാൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. സുഖാൻ്റെ വീട് അവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാടത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. പാണിയങ്കോളത്താണ് വർക്ക്, പക്ഷെ പാടത്തിൻ്റെ അവിടെ വൈബാന്ന് പറയാം. രണ്ടുപേര് കളക്ട് ചെയ്യും. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം.
ഇവിടെ എത്തിയിട്ടോ സ്വിച്ച് ബോർഡ് കയറ്റിക്കൊണ്ടിരിക്കുക. സ്വിച്ച് ബോർഡ് കയറ്റാണ് ഇന്നത്തെ പരിപാടി. കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു. താഴത്തൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി മുകളിൽ ഈ ഒരു റൂമും അപ്പുറത്തെ റൂമും കൂടി സ്വിച്ച് ബോർഡ് കയറ്റിയാൽ കംപ്ലീറ്റഡ്. നാളേക്ക് കറണ്ട് എത്തിക്കാം. ആ ലെവൽ ചെയ്യണം. ഇന്നത്തെ ഏകദേശം പിടുത്തം വിടണം. വയറിങ്ങിൻ്റെ ഏകദേശം കഴിക്കണം എന്നുള്ള ഒരു മൈൻഡിലാണ് നിൽക്കുന്നത്. ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ നല്ല സുഖമാണ്. ഇതാകുമ്പോൾ ഒരു വൈബുണ്ട്. അപ്പോൾ പണിക്കാരുണ്ട്, പെയിൻറ്റിങ്ങുകാരുണ്ട്, അതേപോലെ ഫാബ്രിക്കേഷൻ പണിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് ഇന്നിവിടെ. ഇതിൻ്റെ ഇടയിൽ ഞാനും. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ കമൻ്റൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. നല്ല നല്ല പോസിറ്റീവ് കമൻ്റാണ് എല്ലാവരും തരുന്നത്. അപ്പോൾ എല്ലാവരും നെഗറ്റീവ് ഒന്നുമില്ല. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ പേര് വിളിക്കുന്നുണ്ട്. അയ്യോ ഫോണിനെടുത്തു. ഫോണിവിടെ ഞാൻ ജനലിൻ്റെ സൈഡിൽ വെച്ചേക്ക്. പിന്നെ കുറേ പേര് വിളിക്കുന്നുണ്ട്. കുറേ പേര് ഉമ്മക്ക് സുഖമാണെന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. ഷാജിദാടെ ഉമ്മയോടും ചോദിക്കുന്നുണ്ട്. ഷാജിദാടെ ഉമ്മ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നോട് അവരെവിടെയാണ്. ഇപ്പോൾ ആ വീട്ടിൽ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്, റാത്താണ് ഇപ്പോൾ. കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ കട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ഫാമിലി വ്ളോഗ് മാത്രം പ്രതീക്ഷിക്കരുത് പ്ലീസ്. എന്താ വെച്ചാൽ ഇതാണ് അവസ്ഥ. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എനിക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. ഞാൻ പുറത്താണെങ്കിൽ വർക്കിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് ഇടണമെന്നായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ ഇതന്നെ ഈ പറഞ്ഞ നിങ്ങൾക്കും വെറി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഇടാണ്ടിരുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇന്ന് ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടല്ലോ കൊണ്ടാണ് ഞാൻ ഇന്ന് ഇടുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ കട്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. എന്തായാലും ഇതൊന്ന് തീർക്കട്ടെ. എന്താണ് നമുക്ക് വീഡിയോ എടുത്തരാൻ അനാമിക കേട്ടോ. അവിടെ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവൾ വീഡിയോ എടുത്തരാം. അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. പരീക്ഷ പൊട്ടും അതോപ്പാ. പരീക്ഷയ്ക്ക് ഇന്നലെ പരീക്ഷയ്ക്ക് പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വെച്ചിരിക്കുന്നു. മൊത്തത്തിൽ 2 പേപ്പർ എഴുതി. പുറത്ത് വരുന്നത് ഷീറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വെള്ളം കയറിയ ഇതൊരു ലിവിങ് ഏരിയ ആണ് ഗൈസ്. ഇവിടെ സിനാനായിട്ട് ഇവിടെ നിന്ന് പണിയെടുക്കേണ്ടി കേട്ടോ. ഇതാണ് അടുക്കള വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അവിടെ ഒരു ഡോറ് വരുന്നുണ്ട്. ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. വർക്ക് ഏരിയൻ്റെ അവിടെ പക്ഷേ സ്ലാബ് വരുന്നുണ്ട്. എന്താണ്ടോ ഇവിടെ ഒരു ഡോറ് വരുന്നുണ്ട്. ഈ ഡോറിലൂടെ നമുക്ക് പുറത്തോട്ടൊക്കെ പോകട്ടോ. കണ്ടോ, ഡോറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു ലുക്കാണ്. ഇനി നേരെ അടുക്കളയിൽ നിന്ന് വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയൊക്കെയാണ്. നല്ലൊരു ഡൈനിങ് ഏരിയ ആണ്. അത് നമ്മൾ നേരെ പോണത് ഈ ഒരു സ്റ്റെപ്പിൻ്റെ അവിടേക്കാണ്. അത് ഇപ്പുറത്ത് ഒരു റൂമുണ്ട്. ഇതാണ് കേട്ടോ ഫസ്റ്റ് റൂം. ഇതിനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബാത്റൂമുണ്ട്. ഇതൊക്കെ നമ്മുടെ സിനാനായിട്ടും ചെയ്ത വർക്കൗട്ട് വയറിങ്ങൊക്കെ. പിന്നെ ഇതിനെ പോയതാണ് സെക്കൻഡ് റൂം. കണ്ടോ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് ഇത് പോവാം. ഇന്നൊക്കെ കേട്ടോ കേൾക്കാത്തതാണ്. നമുക്ക് നേരെ പോകുന്നത് മുകളിലോട്ടാണ്. മുകളിൽ 2 റൂം, താഴെയും 2 റൂം. ടോട്ടൽ 4 റൂമാണ്. നേരെ പോണത് ഈ ഒരു ബെഡ്റൂമിലോട്ടാണ്. ഈ ബെഡ്റൂം കണ്ടോ, ഇങ്ങനെയാണ്. ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അതായത് പണിക്കാരുണ്ട്. ഫാബ്രിക്കേഷനാണ്. നമ്മൾ താഴെ കണ്ടത് 2 പെയിൻറ്റ് ആൾക്കാരുണ്ട്. 2 പെയിൻറ്റ് 2 ആൾക്കാർ 4 ആൾക്കാരുണ്ട് കേട്ടോ പെയിൻറ്റ്. പിന്നെ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം. സെക്കൻഡ് റൂമിലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇതാണ് സെക്കൻഡ് റൂമിൻ്റെ ബാത്റൂം. സെക്കൻഡ് റൂമിൽ നിന്ന് ജനാലിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് വ്യൂ, അവരുടെ ഒരു ഫ്രണ്ട് വ്യൂ കിട്ടും. പിന്നെന്താ പിന്നെ നമ്മുടെ ബാൽക്കണി വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ബാൽക്കണി ഇല്ല. ബാൽക്കണിക്ക് പകരമായിട്ട് ഓപ്പൺ ടെറസാണ്. കണ്ടോ, ഇത് വിശാലമായി കിടക്കുന്നൊരു ഓപ്പൺ ടെറസാണ് ഇവിടെ ഉള്ളത്. നല്ല രസമാട്ടോ ഇവിടെ മോർണിംഗ് ഒക്കെ വന്നിരിക്കാൻ.
അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഇന്നലത്തെ ഷോർട്സ് വീഡിയോയിൽ ആ കുട്ടി ആരാന്ന് ചോദിച്ചിരുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ വാണിയംകുളം സൈറ്റിലാണ് പണി നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ആ വാണിയംകുളം സൈറ്റത്തെ മോനാണ് കേട്ടോ, സൈറ്റിലുള്ള മോനാണ്. ഞാൻ അവൻ്റെ ചേച്ചിയാണ്. അവൻ്റെ ഇതാണ് കേട്ടോ ഭാഗം പക്ഷേ ഞാൻ അവൻ്റെ ചേച്ചിയാണ്. അവൻ്റെ പേര് ആരവ് എന്നാണ്, എൻ്റെ പേര് അനാമിക എന്നാണ്. അപ്പോൾ ഞങ്ങൾ നാളെ എക്സാം ഉണ്ട്. എക്സാം കഴിഞ്ഞ് വന്നിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ആൾക്ക് DVDയും ചെയ്യണം, വീഡിയോ എടുത്തുകൊണ്ടിരിക്കും ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു വീഡിയോ എടുത്ത് തരണമെന്ന് ചോദിച്ചപ്പോൾ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു കേട്ടോ. അതിനാണ് വീഡിയോ എടുത്തെടുത്തതാണ്. അപ്പോൾ എന്താ എന്തായാലും പ്രാർത്ഥിക്ക് പോകും. ഇതാണ് കേസിൽ വലിയ വർക്കൊന്നും വരുന്നില്ല. ടൈല് ബ്ലാക്ക് ടൈല് വെച്ചിട്ടാണ് വരുന്നത്. താഴെ ഫുൾ അലമ്പ് കിടക്കുവാണ്. നിരത്തി പരത്തി അലമ്പാണ്. ഓളാണെന്ന് ഫുള്ള് വീഡിയോ കാര്യമായിട്ട് എടുക്കും കേട്ടോ. പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാം. എന്റെ സബ്സ്ക്രൈബറാണ് ഉള്ളു ഒന്നാമത്. അപ്പൊ എന്താ ശരി വീഡിയോ എടുത്തരാന്ന് പറഞ്ഞപ്പോ എന്നാ ശരി നീ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞാട്ടോ. ഡ്രസ് ചെയ്തോണ്ടിരിക്കും കണ്ടോ. അവിടെ ഇനി ഈ വരുന്ന 25-ാം തീയതി പാലുകാച്ചാണ്. അപ്പോഴേക്കും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ നല്ല വർക്കിലാണ് ആള്. അപ്പോ നീ വർക്ക് കഴിഞ്ഞൂട്ടാ. ഞാൻ ഇറങ്ങി. സമയം 6 മണിയില്ല നിർത്തി. പിന്നെ ഇന്നലെ ഞാൻ ഷോർട്സ് ഇട്ടപ്പോ ഒരു കുട്ടീനെ കണ്ടില്ലേ, അത് ആരനെ പറഞ്ഞ കേട്ടതാ. ഈ കുട്ടിയാണ് ആ കുട്ടി. ഈ കുട്ടി വീട്ടിലത്തെ കുട്ടിയാണ്. അപ്പൊ അത് ആദ്യത്തെ കുട്ടിയെന്ന് കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീട്ടിലത്തെ കുട്ടിയാണത് അല്ല കുട്ടിയെ. പിന്നെ ഇന്ന് വീഡിയോ എടുത്ത കുട്ടി ഈ കുട്ടി കേട്ടോ. ഇന്ന് ഫുള്ള് വീഡിയോ എടുത്തിരിക്കുന്ന ഫുള്ളാണ്. എന്നാ പോട്ടെ, നാളെ വരാട്ടാ. വീടെത്തിക്കണം.